തന്റെ 91 വയസ്സ് വരെ മകനെ പൊന്നുപോലെ ആ അമ്മ നോക്കി. ഇനി വയ്യ. ശശികുമാറിനെ ഗാന്ധിഭവനിലേക്ക് യാത്രയാക്കി ആ 91 വയസ്സുകാരി. മുന്നോട്ടുള്ള ജീവിതം വഴിമുട്ടിയ ശശികുമാറിന് പുതുജീവിതം സമ്മാനിച്ച പത്തനാപുരം ഗാന്ധി ഭവൻ. പ്രിയമുള്ളവരെ, ഉബൈദുള്ളയാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, കൗൺസിലറാണ്. കേട്ടില്ലേ നിങ്ങൾ ആ അമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള പൊന്നുമോനെ എന്നുള്ള വിളി? നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൊട്ടിലുണ്ടായിട്ടും നെഞ്ചത്തിട്ടുറക്കിയ അമ്മയെ കട്ടിലുണ്ടായിട്ടും തെരുവിലേക്ക് തള്ളുന്ന, അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുന്ന മക്കളുള്ള കാലമാണിത്. ആ മക്കള് കേൾക്കാൻ വേണ്ടി പറയാണ്, ചിന്തിക്കാൻ വേണ്ടി പറയാണ്, ഓർക്കാൻ വേണ്ടി പറയാണ്. അവർ നമ്മളാവാൻ വേണ്ടി ചെയ്ത ത്യാഗത്തിന്റെ കണക്ക് അത് നമുക്കറിയില്ല. പക്ഷേ അവരുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ, അവരുടെ രൂപത്തിലേക്ക് നോക്കിയാൽ അറിയാം അവരിങ്ങനെയല്ലായിരുന്നു. അവർക്കുണ്ടായിരുന്നു നല്ല ചുറുചുറുക്കുള്ള പ്രായം നമ്മളെ പോലെ. പക്ഷേ എല്ലാം നമുക്ക് വേണ്ടി, നമ്മളാവാൻ വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ക്ഷയിച്ചു പോയതാണ്. ആയതുകൊണ്ട് തന്നെ ഒരുപാട് വീട്ടില് ഒരുപാട് മാതാപിതാക്കൾ മക്കളാൽ മാനസിക പ്രയാസം അനുഭവിച്ച് ജീവിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഒരുപാട് ഉറക്കുവയ്ച്ചവരാണ് അവര്. നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോ രാത്രി അർദ്ധരാത്രി കിടന്നുറങ്ങാതെ നമ്മൾ കരയുമ്പോ ഏത് നട്ടപ്പാതിരയാണെങ്കിലും എഴുന്നേറ്റിരുന്നിട്ട് നമ്മളെ താരാട്ടുപാട്ട് പാടി ഉറക്കിയിരുന്ന ഒരു കാലം അവർക്കുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മറന്നുപോയി. നമുക്കിപ്പോ കുറച്ചിലാണ്. പല ആളുകൾക്കും മാതാപിതാക്കളെ പറ്റി പറയുമ്പോൾ തന്നെ ദേഷ്യമാണ്. അവരെന്തെങ്കിലും അവരുടെ ചെറിയ ആവശ്യം പറയുമ്പോൾ ഷൗട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഓർത്തോളൂ, നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് ഫുഡ് കൊടുത്തിട്ട് എത്ര സ്നേഹത്തോടെ വളർത്തി വലുതാക്കിയാലും വേണ്ടില്ല, നമ്മൾ എന്താണോ കൊടുത്തത് അതേ നമുക്ക് കിട്ടുള്ളൂ. ഈ കാര്യം നമ്മൾ ഓർക്കണം. ഈ അമ്മ കണ്ടില്ലേ, ഇത്രയും കാലം ഭിന്നശേഷിക്കാരനായ പൊന്നുമോനെ പൊന്നു പോലെ നോക്കി വളർത്തി. പ്രായാധിക്യം കാരണം 91 വയസ്സായപ്പോ ആ അമ്മക്ക് പൊന്നുമോനെ നോക്കാൻ പറ്റാതെയായി. എന്ന് മാത്രമല്ല, സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. വയസ്സ് 91. ഈ അവസ്ഥ വന്നപ്പോ സുമനസ്സുകളുടെ സഹായത്തോടെ ആ പൊന്നുമോനെ ഗാന്ധി ഭവനത്തിലേക്ക് കൊണ്ടുപോയി വിടുമ്പോ ആ അമ്മ നെഞ്ചു പൊക്കിയുള്ള വിളിയാണത്, എന്റെ പൊന്നുമോനെ. എന്നിട്ട് മോനോട് യാത്ര പറയുന്ന രംഗണ്ട്. ആ അമ്മയുടെ ചുളിവ് വന്ന ആ താഴ്ചയിലേക്ക് കുഴിഞ്ഞു പോയ കണ്ണുകളിൽ കാണാം ഹൃദയം കരയുന്ന ആ കണ്ണുനീരിന്റെ ആ പവർ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ മാതാപിതാക്കളും ഓരോ മക്കളെയും അവരാവാൻ വേണ്ടി ചെയ്ത ത്യാഗം ഒരുപാടുണ്ട്. പക്ഷെ പല മക്കളും മറന്നു പോവുകയാണെങ്കിൽ ഓർത്തോളൂ, ചിന്തിച്ചോളൂ, മക്കളിൽ നിന്ന് നിങ്ങൾക്ക് അതേ കിട്ടുള്ളൂ. നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തിട്ട് മക്കളെ ശരീരം വളരുമ്പോ അവിടെ മനസ്സ് നന്നായി വളരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അന്തരീക്ഷം വീട്ടിൽ കാണിച്ചു കൊടുക്കണം. മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അവര് നമ്മിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ കാണിച്ചു കൊടുക്കാത്ത ഒന്നും നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അത് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല, കിട്ടുകയുമില്ല. താങ്ക് യു.